അപ്പൊ ഗൈസ്, ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വ്ളോഗുകൾ കുറെ നാളുകളായി സഹായം പോയിക്കൊണ്ടിരിക്കുകയായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ നിന്നത്. ആ ഒരു ഘട്ടം മാറി വ്ളോഗ് ഇടാനുള്ള ശ്രമത്തിലാണ് ഷബീറും പിള്ളേരും. അപ്പൊ എന്തായാലും ബാക്ക് ടു പ്രൈം എന്നൊന്നും പറയല്ല, ബാക്കിലേക്ക് പോയത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് ശ്രമിക്കും. എന്തായാലും പഴയതിനെക്കാട്ടി അടിപൊളിയായിട്ട് മുമ്പിലേക്ക് വരും എന്നാണ് എനിക്കും തോന്നണത്, നമുക്കും തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇത്ര നാൾ ചെയ്യാണ്ടിരുന്നതും ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെയ്തതും എന്തിനായിട്ടാണ് ചെയ്തത്. പലരും പറയണ്ട് വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ഇല്ല, ഇവന്മാരെന്താണ് ഇടണ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത് ഇട്ടിട്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്തർത്ഥത്തിലാണ് വീഡിയോ ഇടണത്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ആയിരിക്കും ഒരു ഇതില്ല. അപ്പൊ ഇനി മനസ്സിലാക്കി നമ്മ എന്താണോ ഇടണത്, എന്തിനാണോ ഇടണതെന്നും എല്ലാം സെറ്റ് ചെയ്ത് ഒരു വീഡിയോ അല്ല, ഒരധികം വീഡിയോ ഇനി എന്തായാലും ചെയ്യും. അപ്പൊ പഴയതിനെയും കാട്ടി അടിപൊളിയാക്കി നമ്മ എന്തായാലും സെറ്റ് ആകും. ഒരു വർഷം മുമ്പ് ഞാനിരിക്കുമ്പോഴാണ് നമ്മ യൂട്യൂബ് തുടങ്ങാം അല്ലെ, യൂട്യൂബിലെ ഒരു ചിന്ത വന്നത്. യൂട്യൂബ് എങ്ങനെ ഉണ്ടാവും പറഞ്ഞു. ഇവനൊന്നാമത്തെ കാര്യം ഇൻട്രോവേർട്ടിന്റെ ആളാണ്. ഞാൻ ചെയ്യാ, നമുക്ക് ചെയ്യാ, അല്ലെങ്കിൽ എല്ലാരും കൂടി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആണ് ആ ഒരു സമയത്ത് നമ്മ തുടങ്ങിയത്. പിന്നെ സംഭവം എന്താ വെച്ചാ, ഞാൻ കുറച്ച് നല്ല സമയത്തിലൂടെ അല്ല കടന്നു പോയത്. അതിൻ്റെതായ കുറച്ച് സീനൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ മാറി വരും, പിന്നെ നമുക്ക് കുറച്ച് പിന്നെ അതിലേക്ക് പോകും. അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. പിന്നെ കണ്ടന്റ് നമ്മ മാക്സിമം നല്ല കണ്ടന്റ് ഒക്കെയാണ്. ഇപ്പൊ ഓണപ്പരിപാടി ആയാലും അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ ആയാലും, പിന്നെ നമ്മുടെ വെറുതെ കണ്ടന്റ് ആയാലും, ഇപ്പൊ നമ്മ എവിടെയെങ്കിലും കടയിലും ഫോണായാലും നമ്മ അങ്ങനെ പച്ച കണ്ടന്റാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ അത് നിങ്ങളെ കാണിക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ, അതൊക്കെയാണ്. വല്ലാണ്ടൊന്നും നമ്മ ഒരു കണ്ടന്റ് ഇത് പ്രിപ്പയർ ചെയ്തൊന്നും വന്നിട്ടില്ല. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ഉണ്ട്, ഇവനാലും എല്ലാരും കണ്ടന്റ് ഉണ്ട്. അതേ രീതിയിൽ നമ്മ യൂട്യൂബ് നമ്മ എന്താണോ ചെയ്യണം. ഇപ്പൊ നമ്മ ഇന്നിപ്പോ എന്താണെന്നോ അത് പറയാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നമ്മ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് തന്നാൽ ചെയ്യൂല അത്. കാരണം നമുക്കായിരിക്കും അങ്ങനെ, എനിക്ക് പറ്റില്ല, ഇവന്മാർക്ക് പിന്നെയും പറ്റും. അങ്ങനെ ഒരു കാര്യം നടക്കൂല. പിന്നെ മെയിൻ മടിയന്മാരാണ് നമ്മ. മടിയൊക്കെ ഇതുണ്ട്. പിന്നെ ഇതൊരു എൻജോയ്മെന്റ് ആണ്. അല്ലാണ്ട് നമ്മ ഇത് ഒരു മെമ്മറീസ് ഒക്കെയാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ കരുതിയിട്ടുള്ളൊന്നും അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതൊന്നും അല്ല. ഇതൊരു എൻജോയ്മെന്റ് ആണ്, എൻജോയ് സ്പേസ് ആണ്, നമ്മുടെ ഓർമ്മയാണ്. പിന്നീട് ഞാൻ മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ട്, പിന്നീട് നമുക്കിത് കാണുമ്പോൾ നമുക്ക് ചിരിക്കണം, സന്തോഷിക്കണം. പിന്നെ ഓണത്തിനൊക്കെ പരിപാടി, ആ പരിപാടിക്ക് മൈക്കൊരു കംപ്ലൈന്റ് ആയിരുന്നു, മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ടായി. എന്നിട്ടും നമ്മ അത് വ്ളോഗ് എടുത്ത് അത് കണ്ടവരുണ്ട്. അത് അത്യാവശ്യം അത്യാവശ്യം നല്ലോണം 1000 അടുത്ത് പേരുണ്ട്. നമ്മളെ വ്ളോഗ് ആരിപ്പോഴൊരു വ്ളോഗ് കണ്ടിട്ടില്ല, പക്ഷെ നല്ലത് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് ഓർമ്മകളാണ്. പിന്നെ വേൾഡ് കപ്പ് വിശേഷങ്ങൾ പറഞ്ഞു. വേൾഡ് കപ്പിൽ നമുക്ക് പറയാൻ പറ്റിയ ആള് പുറകിലാണല്ലേ. വേൾഡ് കപ്പ് വൈബാണ്ടിപ്പാ പീക്ക് ലെവലാണ് വേൾഡ് കപ്പ്. എല്ലാരും നല്ല രീതിയിൽ കളിക്കണ്ട്. പ്രതീക്ഷിക്കാത്ത ടീമൊക്കെയാണ് ഭയങ്കര കളി. ലാസ്റ്റ് ഗോൾ അടിച്ച് മറ്റേ ഗോളിന്റെ കയ്യിൽ നിന്നിട്ട് അവൻ അടിച്ച്. അത്രയും മാനേജർ ജയിച്ചപ്പോ ഓടി ഫാൻസ് എടുത്തിട്ട് അവിടെ കയറി കിട്ടി. ഇതൊരു 6 മത്സരമുള്ള ഒരു കളിയല്ല, ഇതൊരു ഇമോഷനാണ്. അത് ആ കളി, ആ കപ്പ് കിട്ടാണ്ടാവുമ്പോ അതിന്റെ വിഷമം മനസ്സിലാവും. കുറെ അനുഭവിച്ചു. അത് കിട്ടിക്കഴിയുമ്പോൾ അറിയാണ്ട് വീട്ടിലൊരിക്കില്ല. അത് കിട്ടിക്കഴിയുമ്പോ ഒരു സന്തോഷമുണ്ട്. അത് കിട്ടൂല, കാരണം കിട്ടാത്ത മുന്തിരി എന്താണ് ലോകകപ്പിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ? ആര് കപ്പടിക്കണം? അർജന്റീന അടിക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പൊ ബോണസ് അടിച്ച ഒരു സ്റ്റാറും കൂടി, പിന്നെ അടിച്ചതിനൊന്നും കൂടി തൊള്ള തുറക്കൽ നിർത്തിക്കാം. അതിന് മെസ്സി ഇപ്പൊ ഓൾറെഡി കൊടുക്കണ്ട എല്ലാ കളിയും തൊള്ള കാരണം അവിടെ നിൽക്കാച്ചാലേ മുന്നീന്ന് നയിക്കാൻ ഒരു രാജാവുണ്ട്, അയാൾക്ക് വേണ്ടി ചാവാണ്ടൊരു പടാനുണ്ട്. അയാള് പറയാനും അയാൾക്ക് വേണ്ടി ചാവാണ്ടൊരു പട്ടാളുണ്ട്. അതാണ് അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. വേറൊരു ടീമിനും ഇല്ലാത്തതാണ്. മെസ്സിക്ക് വേണ്ടി ചാവാൻ വേണ്ടി അവർ കളിക്കണം.
ചിലര് പറയും എന്റെ ടീമിൽ ആ പ്ലെയർ ഞങ്ങൾ വെറുതെ നമ്മളെ പ്ലെയർ ആണ്. പക്ഷെ മെസ്സിനെ അവരുടെ ടീമിൽ അങ്ങനെയല്ല കാണുന്നത്. അയാളിപ്പോ ഈ ഇടയ്ക്ക് ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ അയാൾക്ക് വേറെന്ത് ആ ഫസ്റ്റ് ആൾ എന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തല്ല. അപ്പൊ ചോദിച്ചല്ല റൊണാൾഡിനോന്റെയും ക്ലോസിന്റെ ഒക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തല്ല. അപ്പൊ മെസ്സി പറയണ്ട റെക്കോർഡൊക്കെ ഒരു സ്റ്റാറ്റ് അല്ലേ, പ്ലേയേഴ്സ് അല്ലേ അല്ലത് അവരൊക്കെ ഒരു ലെജൻഡ്. അതാണ് എല്ലാണ്ട് ഒരു റെക്കോർഡാണ് മെസ്സിക്ക് ഏറ്റവും റെക്കോർഡ്. പിന്നെ അതെങ്ങനെ എടുക്കാനാണ് അയാളൊരു ഗോൾ അടിക്കുമ്പോ ഒച്ചെടുക്കും. ഞാൻ അടുത്ത ഞായറാഴ്ച സൂപ്പർ സൺഡേ 5 മണി തൊട്ട് 9 മണി വരെ നല്ല രസമായിരിക്കും. എല്ലാരും ഉണ്ടാവും. ഫസ്റ്റ് പോർച്ചുഗൽ കളി, അതിന് അർജന്റീന കളി, നല്ല രസം ഉണ്ടാവും. ഇന്ന് പോയി കാണണം. ഇന്നാണ് പുതിയ 2 സ്റ്റാർസിന്റെ കളി. കോളേജ് ലൈഫ് ഒക്കെ അവസാനിച്ച് ഇനി വ്ളോഗിംഗ് ആയിരിക്കോ എന്തായിരിക്കും? എംപ്ലോയ്മെന്റ് രാത്രി ഫുള്ള് കളി കണ്ടിരിക്കാ, രാവിലെ തുറക്കാം. ഒരു മാസം കഴിഞ്ഞാ ഇതിനോട് ഇതങ്ങോട്ട് പോകും. കഴിഞ്ഞു വെയിറ്റ് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് അതങ്ങോട്ട് തീർന്നു. അതന്നെ അതിന്റെ ഒരു വാല്യൂ അതാണ്, ഭംഗിയതാണ്. ബാക്കി ക്ലബ് ഫുട്ബോൾ ഇങ്ങനെ ഒരു വർഷം നീട്ടുന്ന തന്നെയാണ് ആ ഒരു കളിന്റെ ഒരു ഇമോഷൻ. നല്ല ഇതാണ്. പിന്നെ നിങ്ങളുടെ ടീം ഏതാന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. എന്തിനെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തിട്ടാലും അത് റിപ്ലൈ തരുന്നതാണ്. അതാണ് എന്ത് പറഞ്ഞാലും നമ്മളത് എല്ലാരും കൊടുക്കാറില്ലേ. ഇപ്പൊ ടീമിനെ കുറിച്ച് ആരെങ്കിലും അത് വിട്ടു കുഴപ്പമില്ല. അതെ. അപ്പൊ ഗൈസ് എന്തിനെങ്കിലും നിങ്ങൾ കമന്റിലൂടെ നമ്മൾ അറിയിക്കാം. അപ്പൊ ഗൈസ് ബൈ.